شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 17 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 18 മുതൽ നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19 صدق الله العلي العظيم. 18 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. നമ്മുടെ ചർച്ച വലീദിനെ കുറിച്ചായിരുന്നു. അല്ലാഹു തആല വലീദിനെ കർക്കശമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്ന വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സ്വന്തം മനസ്സാക്ഷിക്കെതിരായ ആളുകളുടെ സ്ഥാനമാനം പോകാതിരിക്കാനും വേണ്ടി പരിശുദ്ധ ഖുർആനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു തആല അവനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് അവൻ ആ തള്ളിപ്പറച്ചിൽ ഉണ്ടായത് എന്നതാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അബൂജഹൽ പിന്നാലെ കൂടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമായി എന്നാണ് ആളുകളെ പറയാം, അല്ലെങ്കിൽ ആളുകൾ അടങ്ങിയിരിക്കൂല എന്ന് പറഞ്ഞിട്ട് വലീദിന്റെ പിന്നാലെ കൂടിയപ്പോൾ വലീദ് പറഞ്ഞു, എന്നാലേ എനിക്ക് കുറച്ച് സമയം തരും, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതാണ് അള്ളാഹു പറയുന്നത് 18-ൽ. ഇന്നഹു ഫക്കറ വഖദ്ദർ. ഇന്നഹു തീർച്ചയായും വലീദ്, തീർച്ചയായും അവൻ ഫക്കറ, അവൻ ചിന്തിച്ചു. അബൂജഹലിനോട് പറഞ്ഞില്ല ഞാനൊന്ന് ചിന്തിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം കൊണ്ടാണ്. അങ്ങനെ അവൻ ചിന്തിച്ചു നോക്കി. വഖദ്ദർ, അങ്ങനെ അവൻ എന്തൊക്കെയോ കണക്കൂട്ടി. ഇന്നഹു ഫക്കറ വഖദ്ദർ, തീർച്ചയായും അവനൊന്ന് ആലോചിച്ചു നോക്കുകയും കണക്ക് കൂട്ടുകയും ഉണ്ടായി. അപ്പോൾ ആദ്യം അങ്ങനെ ആലോചിച്ചിട്ട് കണക്കൂട്ടി. ഫഖുത്തില, അവൻ നശിച്ചു പോകട്ടെ, അവൻ തൊലയട്ടെ. അറബിയുടെ ഒരു പ്രയോഗമാണത്, വേണ്ടാത്തത് ചെയ്യുമ്പോഴുള്ള പ്രയോഗമാണത്. ഫഖുത്തില, അവൻ നശിച്ചു പോകട്ടെ, അവൻ തൊലയട്ടെ. കൈഫ ഖദ്ദർ, എങ്ങനെയെല്ലാമാണ് അവൻ കണക്ക് കൂട്ടിയത്. ആദ്യം പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൃത്യമായി ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട, ഇതിൽ എന്തോ ഒരു അത്ഭുതമുണ്ടെന്ന് ബോധ്യപ്പെട്ട അയാൾ പിന്നെങ്ങനെ അത് തിരുത്തി പറയാൻ ആലോചിക്കാണ്. കുറെ ആലോചിച്ചു, കുറെ കണക്കൂട്ടി, കുറെ ആലോചിച്ചു, കുറെ കണക്കൂട്ടി, കുറെ ആലോചിച്ചിട്ട് അവസാനം പറഞ്ഞു ഇത് സിഹറാണ് എന്ന്. ഫഖുത്തില, അവൻ തൊലയട്ടെ. കൈഫ ഖദ്ദർ, എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടിയത്. സുമ്മ ഖുതില, വീണ്ടും അവൻ തൊലയട്ടെ. കൈഫ ഖദ്ദർ, എങ്ങനെയെല്ലാമാണ് അവൻ കണക്ക് കൂട്ടിയത്. ഖുതില എന്ന പ്രയോഗം ശാപമടയട്ടെ, നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ്. ഖുതില, കൊല്ലപ്പെടട്ടെ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു, ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു. വെറുപ്പിന്റെ സമയത്ത്, വിദ്വേഷത്തിന്റെ സമയത്തൊക്കെയാണ് സാധാരണ ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഫഖുത്തില, അവൻ തൊലയട്ടെ. അല്ലാഹു തആല ആ രംഗം നമുക്ക് മനസ്സിലാക്കി തരണം, അതേപോലെ പറഞ്ഞു തരാണ്. അങ്ങനെ ചിന്തിച്ച് കണക്കൂട്ടി, അങ്ങനെ ചിന്തിച്ച് കണക്കൂട്ടി. അവൻ തൊലയട്ടെ, എങ്ങനെയാണ് കണക്കൂട്ടിയത്. അവൻ വീണ്ടും തൊലഞ്ഞു പോട്ടെ, എന്തൊക്കെയാണ് അവൻ കണക്ക് കൂട്ടിയത്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് സിഹറാണെന്നോ ഇതാണ് കണക്കൂട്ടിയത്, കിട്ടിയത് അവൻ. ഇങ്ങനൊക്കെ കണക്ക് കൂട്ടിയിട്ട്, അപ്പോൾ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റമുള്ള അമർഷമാണ് ഈ വാക്കുകളിൽ നമ്മൾ എന്താണ് പറയാ കാണുന്നത്. വളരെ ദേഷ്യത്തോടെയും കോപത്തോടെയുമാണ് അള്ളാഹു തആല ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ വാക്ക് അള്ളാഹു രണ്ടാമതും ആവർത്തിച്ചത്. ഫഖുത്തില എന്ന് പറഞ്ഞതിന് ശേഷം സുമ്മ ഖുതില, വീണ്ടും അവൻ തൊലയട്ടെ. കൈഫ ഖദ്ദർ സുമ്മ നളർ, പിന്നെ അവൻ ആളുകളെ മുഖത്തൊന്നും ഇങ്ങനെ നോക്കി. ആൾക്കാരുണ്ടെന്നല്ലോ അവൻ്റെ സദസ്സിൽ, ഞാനൊന്ന് ആലോചിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ. സുമ്മ നളറോ, ആൾക്കാരുടെ മുഖത്ത് ഒന്നിങ്ങനെ നോക്കി. ഒരർത്ഥം അങ്ങനെയാണ്. അതല്ലെങ്കിൽ സുമ്മ നളറ, പിന്നെ അവനൊന്ന് ചിന്തിച്ചു, ഒന്നിങ്ങനെ ചിന്തിച്ചു, കുറെ കണക്കൂട്ടി, പിന്നെ അവനിങ്ങനെ ചിന്തിച്ചു. നളറ എന്ന് പറഞ്ഞാൽ അവിടെ ചിന്തിച്ചു എന്നും അർത്ഥമുണ്ട്, ആളുകളൊന്ന് നോക്കി എന്നും അർത്ഥമുണ്ട്. അങ്ങനെ നോക്കിയിട്ട് സുമ്മ അബസ വ ബസർ, സുമ്മ അബസ, അതിനൊന്നിങ്ങനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ മുഖം ചൊളിച്ചു. അപ്പോൾ ബസറ,
മുഖമൊന്നും ഇങ്ങനെ കറുപ്പിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളെന്തെങ്കിലും ആലോചിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ട് കുറേ തലയിൽ മാത്രം കുറേ അങ്ങോട്ടാക്കും ആലോചിക്കുമ്പോഴുള്ള ഒരു എന്താണ് പറയുക, ആ ഒരു രംഗം അല്ലാഹു തആല വരച്ച് കാണിച്ചു തരികയാണ്. ഇവനിങ്ങനെ ആദ്യം ഇങ്ങനെ ഖുർആൻ ശരിയാണെന്ന് തോന്നിയതല്ലേ, പിന്നെ അങ്ങനെ അല്ലേ ആണോ അല്ലേ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ പറയാ, ഇങ്ങനെ ആലോചിക്കണം. ആ രംഗം കാണിച്ചു തരണം അല്ലാഹു തആല. സുമ്മഅബസ്, പിന്നെ അവൻ മുഖം ചുളിച്ചു. ഫബസ്റ, അവന്റെ മുഖം കറുപ്പിച്ചു. മുഖം ചുളിക്കുകയും മുഖം കറുപ്പിക്കുകയും ചെയ്തു. സുമ്മ അദ്ബർ, എന്നിട്ട് അവൻ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അവന് കിട്ടിപ്പോ ആളുകളോട് പറയാൻ ഒരു കാര്യം കിട്ടി. സുമ്മ, പിന്നീട് അവൻ അദ്ബറ, സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. വസ്തക്ബർ, അഹന്ത നടിക്കുകയും ചെയ്തു, അഹങ്കാരിയാവുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, നക്ക് ആലോചിച്ചുണ്ടാക്കിയിട്ട് മുഖം ചൊളിച്ച് ആലോചിച്ച് പിന്നെ ആലോചിച്ച് കണക്കൂട്ടി പിന്നെയും കണക്കൂട്ടി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവസാനം അവൻ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അഹംഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഇൻഹാദാ, ഇത് അല്ല, ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇത് മറ്റു ചിലരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന മായാജാലമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഇത് സിഹ്റാണ്. ഇൻഹാദാ, ഇതല്ല, ഇല്ലാ ഖൗലുൽ ബശർ, ഒരു മനുഷ്യൻ പറഞ്ഞതല്ലാതെ വേറൊന്നുമല്ല, ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. ആയത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്നീട് അവൻ സത്യത്തിൽ നിന്നും പിന്തിരിയുകയും വസ്തക്ബർ, അഹംഭാവം നടിക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ഇൻഹാദാ, പിന്നോട്ട് മാറി അഹങ്കാര പ്രകടനം നടത്തിയിട്ട് അവൻ പറഞ്ഞു, ഇൻഹാദാ, ഇത് അല്ല, ഇല്ലാ സിഹ്റുൻ, സിഹ്ർ അല്ലാതെയല്ല. സിഹ്ർ അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ ഇത് സിഹ്റാണ്, സിഹ്ർ തന്നെയാണ്. യുഅ്സറു, മറ്റാരിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന, മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്ന എന്താണ്, സിഹ്റാണ്. വേറാരോ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പര് ചെയ്യണ സിഹ്റാണെന്ന്. അതാണ് യുഅ്സർ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കപ്പെടുന്ന, മറ്റു ചിലരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നബിക്ക് മറ്റാരോ പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരം ഒരു സിഹ്ർ മാത്രമാണ് ഇത്. ഇൻഹാദാ, ഇത് അല്ല, ഇല്ലാ ഖൗലുൽ ബശരി, മനുഷ്യന്റെ ഖൗൽ അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ ആണ്, അത് മാത്രമാണ്, ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണിത്. ഇൻഹാദ, ഇത് ദൈവികമൊന്നുമല്ല. ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, മനുഷ്യന്റെ വാക്ക് മാത്രമാണിത്, മനുഷ്യവചനമല്ലാതെ മറ്റൊന്നുമല്ല ഇത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ ആദ്യ സമയം തന്നെ അത് അള്ളാഹുവിന്റെ വാക്കാണ് എന്ന് ഈ ചങ്ങായിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ തന്റെ പേരും സൽകീർത്തിയും നിലനിർത്താൻ വേണ്ടി മനസ്സാക്ഷി പണയപ്പെടുത്തി കളവും ഉണ്ടാക്കി പറയാൻ ധൈര്യപ്പെട്ടത്. തൊട്ട് മുമ്പ് പുറപ്പെടുത്തുന്ന അഭിപ്രായം ഇത് മനുഷ്യന്റെയോ ജിന്നുകളുടെയോ വാക്യങ്ങളല്ല എന്നായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഈ കേട്ടത് മനുഷ്യന്റെ വാക്കല്ല, ജിന്നുകളുടെ വാക്കല്ല. ആ അഭിപ്രായം ഇപ്പൊ ചങ്ങായി തിരുത്തി പറഞ്ഞു, ഇത് മനുഷ്യന്റെ വാക്ക് മാത്രമാണ്, ഇതാരോ പറഞ്ഞു കൊടുക്കുന്ന സിഹ്റാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ആദ്യം ആ അഭിപ്രായം പറഞ്ഞപ്പോ ഇത് മനുഷ്യന്റെ വാക്കല്ല, ജിന്നിന്റെ വാക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിലെന്തൊരു മാസ്മരികതയുണ്ട് എന്ന അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ അബൂജഹൽ പിന്നാലെ കൂടുകയും ചെയ്തപ്പോൾ ഇവന്റെ ഹൃദയം വല്ലാതെ എങ്ങനെ എന്തായി പറയാ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, കുറെ ചിന്തിച്ചു. എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു കളയാമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് സ്വരൂപിച്ച് കണക്കാക്കി അങ്ങനെ അവൻ ഇങ്ങനെ പ്രസ്താവനകൾ മാറ്റി, അവന്റെ പ്രസ്താവന മാറ്റി. സുബ്ഹാനല്ലാഹ്. ആദ്യത്തെ പ്രസ്താവന മാറ്റി പറയണ്ടേ, അതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ, അതാണ് ആ ചിന്തിച്ച കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ അവൻ വീണ്ടും ആ വിഷമവൃത്തത്തിൽപ്പെട്ടു. ചിന്തിക്കുമ്പോഴൊക്കെ അങ്ങനെ അത് സത്യമാണെന്നുള്ളത് ഇങ്ങനെ ബോധ്യപ്പെട്ടു വരികയാണ്. പക്ഷെ എന്താ, ആൾക്കാരോട് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ എൻ്റെ സ്ഥാനം പോവില്ലേ? അപ്പോൾ വീണ്ടും ചിന്തിച്ചു, വീണ്ടും പ്രയാസത്തിലായി, വീണ്ടും വിഷമത്തിലായി, വീണ്ടും ചിന്തിച്ചു. അങ്ങനെ കുറെ മുഖം ചുളിക്കും, നെറ്റി ചുളുങ്ങും, മുഖം കറുക്കും, ചുക്കി ചുളുങ്ങും. മുഖം ഈ ബസറ എന്നുള്ളതിന് ചുക്കി ചുളുങ്ങി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. മുഖം കറുത്തു, ചുക്കി ചുളുങ്ങുക, നെറ്റി ചുളുങ്ങുക, ഇങ്ങനൊക്കെ 2-3 അർത്ഥങ്ങൾ ആ അബസ ബസറ എന്നതിന് ഒന്നായിട്ട് നമുക്ക് വെക്കാം. അവസാനം അവൻ സുമ്മ അദ്ബറ വസ്തക്ബർ, സത്യത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ഉത്തരം കിട്ടിപ്പോയി എന്ന അഹങ്കാരത്തോടു കൂടി അവൻ വിധി പറഞ്ഞു, ഇത് ആരോ പറഞ്ഞു കൊടുക്കുന്ന സിഹ്ർ മാത്രമാണ്, മനുഷ്യ നിർമ്മിതം മാത്രമാണ്, ദിവ്യവചനമൊന്നുമല്ല. പലപ്പോഴും മുശ്രിക്കീങ്ങൾക്കിടയിൽ ഇത്തരം ചർച്ചയുണ്ടായിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ സമയത്ത് വിദേശ നാടുകളിൽ നിന്ന് ആളുകൾ എമ്പാടും മക്കയിലേക്ക് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ കുറിച്ച് അവർ കേൾക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കാനും മുസ്ലിമുകളാവാതിരിക്കാനും അല്ലെങ്കിൽ ഖുർആനിൽ ആകൃഷ്ടരാകാതിരിക്കാനും പരമാവധി അവരോട് എന്തു പറയണമെന്ന കാര്യത്തിന് മുശ്രിക്കുകൾ പലപ്പോഴും വട്ടമേശ സമ്മേളനം കൂടിയിട്ടുണ്ട്. ഹജ്ജിനെ തൊട്ടുമ്പോൾ എല്ലാവരും കൂടിയിരിക്കും. എന്നിട്ട് പറയും, പിന്നെ കുറേ ആൾക്കാർ മക്കയിലേക്ക് വരാൻ പോലെ നമ്മൾ തീരുമാനത്തിലെത്തണം, നമ്മളെല്ലാവരും ഒരു കാര്യം പറയണേം വരുന്ന ആൾക്കാരോടൊക്കെ, അല്ലെങ്കിൽ അവർ മുഹമ്മദിന്റെ വലയിൽ വീണ് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ
അത്തരമൊരു ചർച്ചയിൽ ഇതേപോലെ വലീദ് പങ്കെടുത്തിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ കാര്യം മുഫസ്സിലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലീദ് എന്ന മക്കക്കാരോട് പറഞ്ഞത്, ഈ വഹീനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് നമ്മളെല്ലാവരും ഒരേ അഭിപ്രായം ആളുകളോട് പറയണമെന്നും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ആളുകളോട് പറയരുതെന്നും അത് കേട്ടാൽ അവർക്ക് കൺഫ്യൂഷൻ ആകുമെന്നും പിന്നെ നമ്മൾ പരാജയപ്പെടുമെന്നും പറഞ്ഞ് നേരത്തെ ഒരു ധാരണയിൽ വരുത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ നിലക്ക് അവർ പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയാണ് ചെയ്തത്, വലീദും സംഘവും. എന്ത് പറഞ്ഞിട്ടും ഒരു തവണ മീറ്റിംഗ് കൂടിയപ്പോൾ പലതും പറഞ്ഞു നോക്കി എന്നാണ്. പക്ഷെ അതൊന്നും ശരിയാണില്ല. പിന്നെ ആളുകൾ പറഞ്ഞു ജ്യോത്സ്യനാണെന്ന് പറയാം. അപ്പോൾ വലീദ് പറയും ജ്യോത്സ്യനൊന്നുമല്ല. ജ്യോത്സ്യന്മാരുടെ മനോദര തെറ്റിയുള്ള പെറുപെറുക്കലും താഴത്തുള്ള സംസാരമൊന്നും പിന്നെ മുഹമ്മദിനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ജ്യോത്സ്യം എന്ന് പറയാൻ പറ്റൂല. അപ്പം എന്നാൽ പിന്നെ വേറൊരാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ബാധയാണ്, ഒരു പൈശാചികമായ ബാധയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരോട്. അപ്പോൾ വലീദ് പറഞ്ഞത്ര അതും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ബാധയൊന്നുമില്ല. ബാധയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശ്വാസതടസ്സമോ അതല്ലെങ്കിൽ പേശികൾ സങ്കോചിക്കുന്നതോ അല്ലെങ്കിൽ മന്ത്രിക്കലോ അതൊന്നും പിന്നെ മുഹമ്മദിനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ വേറെ ആൾ പറഞ്ഞു, എന്നാൽ നമുക്ക് മാരണക്കാരനെന്ന് നമുക്ക് പറയാം, സാഹിറാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ വലീദ് പറഞ്ഞു, പിന്നെ സിഹർ അതും നമുക്കറിയാം, സാഹിറീങ്ങളുടെ പണിക്കൊക്കെ നമുക്കറിയാം. പക്ഷേ അവർ ഈ കെട്ടുക തുപ്പുക ഇതൊന്നും ഇപ്പോൾ മുഹമ്മദിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതും അങ്ങനെ പറയാൻ പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഇപ്പം അതിനൊക്കെ വലീദ് ഇങ്ങനെ ആദ്യം കൗണ്ടർ ചെയ്യുമെന്നാണ്. അങ്ങനെ അവസാനം എന്തായി? അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്നാൽ പിന്നെ താരതമ്യേന മെച്ചമുള്ള ഒരു മാരണക്കാരൻ എന്ന ആരോപണത്തിൽ നമുക്ക് പിന്നെ എന്ന ഒരു വിശേഷണം അദ്ദേഹത്തിന് മുഹമ്മദിനെ കുറിച്ച് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള സാഹിർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനുള്ള വകുപ്പൊന്നും കയ്യിലില്ല, അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം പറയാം, ഇത് സിഹറാണ് സംഭവം. പക്ഷെ താരതമ്യേന മെച്ചമുള്ള സാധാരണ സാഹിത്യങ്ങളെ പോലെയല്ല, വേറെ ആരോ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്ന എന്തൊക്കെയോ ചില പ്രത്യേകതയുള്ള ഒരു സിഹറാണ് എന്ന് നമുക്ക് ആളുകളോട് പറയാം. സിഹറാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്, പക്ഷെ സാധാരണ നമുക്ക് പരിചയമുള്ള സിഹറല്ല. അങ്ങനെ പറഞ്ഞ് താരതമ്യേന മെച്ചമുള്ള ഒരു സിഹർ അല്ലെങ്കിൽ താരതമ്യേന ഉഷാറായ ഒരു സാഹിറാണ് എന്ന് നബിയെക്കുറിച്ച് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു തീരുമാനത്തിൽ ആ ചർച്ച ഉപസംഹരിച്ചതായി ഒരു സംഭവത്തിൽ കാണാം. അപ്പോൾ പലപ്പോഴും ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം നമ്മൾ നേരത്തെ പ്രധാനമായി പറഞ്ഞ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം തന്നെയാണ്, അബൂജഹൽ പിന്നാലെ കൂടിയ ആ സംഭവം. അപ്പോൾ ഇത്തരം വാചകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തും സുഖസൗകര്യങ്ങളും സമ്പത്തുമൊക്കെ അനുഭവിക്കുമ്പോൾ റബ്ബിനെ ധിക്കരിക്കുക എന്നൊരു മനോഭാവം ഉണ്ടാവാൻ പാടില്ല. അത് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. പല ആളുകൾക്കും ഈ പൈസയും പണവും പ്രതാപമൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നൊരു ചിന്തയാണിത്. ഇനിയിപ്പോൾ എന്നാരും നോക്കണ്ട, എന്നാരും നിയന്ത്രിക്കണ്ട, ഞാനൊക്കെ തെരഞ്ഞാലാണ്, എന്നോടാരും പറയണ്ട, അങ്ങനെ ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. അത് പറ്റൂല. അങ്ങനെയുണ്ടെങ്കിൽ ഇത്തരം കടുത്ത ആക്ഷേപങ്ങൾക്ക് അയാളും പാത്രീഭൂതനാവേണ്ടി വരും എന്ന് നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് 26-ാമത്തെ ആയത്ത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഇനി അവനെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയാൻ പോകുന്നത്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.